പിടിക്കണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡയറി ആരംഭിച്ചാലോ? അപ്പോൾ രാവിലെ തന്നെ ഞാൻ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 4 മണിയായപ്പോൾ ഞാൻ എണ്ണീറ്റായിരുന്നു കേട്ടോ. അങ്ങനെ എണ്ണീറ്റ് അണ്ണനെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെയും പോയി കിടന്നു. അതിന് ശേഷം പിന്നെ എണ്ണീറ്റ് വന്നു, കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ രാവിലെയാണ്, കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ വെച്ചു. പാർത്തമ്മോൻ എണ്ണീറ്റില്ല, കാരണം ഇന്ന് അവൻ പോകുന്നില്ല. അവന് വയ്യ, അവൻ്റെ കാല് വയ്യ, അവന് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് അവനെ വിട്ടില്ല. പിന്നെ വെളുപ്പിനെ ഞാൻ അടുക്കളയിൽ കയറി 4:30 ആയപ്പോൾ ഞാൻ എണ്ണീറ്റു. 4 മണിയായപ്പോൾ എണ്ണീറ്റു. 4:30 ആയപ്പോഴത്തേക്കിന് അണ്ണൻ പോയി. ഇന്ന് വെളുപ്പിനേ പോയി. അപ്പം ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു. പിന്നെ കട്ടനകത്തിയത് ഇരിപ്പുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കിടക്കുന്നതേ ഉള്ളൂ. ഇന്ന് പാർത്തമ്മോൻ പോകുന്നില്ല, അണ്ണന് ചോറും കൊണ്ടുപോകണ്ടത് കൊണ്ട് ഞാൻ ലേറ്റായിട്ട് ഇപ്പോൾ കുറച്ചു നേരം ആയതേ ഉള്ളൂ എണ്ണീറ്റിട്ട്. അണ്ണൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കയറി കിടന്നായിരുന്നു. ഇപ്പൊ എണ്ണീറ്റ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിച്ചാലോ? ഞാൻ നിങ്ങളെയും കൂടി എൻ്റെ ഡയറിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പാർത്തമ്മോൻ എണീറ്റിട്ടില്ല കേട്ടോ. അവന് വയ്യാത്തത് കൊണ്ട് തന്നെ അവനിങ്ങനെ മൂടിപ്പൊറിച്ചൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വയ്യാത്തത് കൊണ്ട് വിളിച്ചതുമില്ല. അപ്പം ഞാനിങ്ങനെ കഥയൊക്കെ തുറന്നപ്പോൾ നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്ന ആളുകളില്ലേ, കാക്ക, അപ്പോൾ അവരെ കണ്ടു. ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. എന്തായാലും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയുള്ള ജോലികളൊക്കെ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ വെള്ളമല്ലേ എപ്പോഴും. പുറത്തധികം ജോലിയില്ല എങ്കിലും തുണിയലക്കും പിന്നെ കലം കഴുകൊക്കെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്നാലും പിന്നെ അകത്ത് നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തു. അങ്ങനെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാം സെറ്റായി, ജോലിയൊക്കെ ഒതുങ്ങി. ഇനി എനിക്കാണെങ്കിൽ പുറത്തൊന്ന് പോകണം, കടയിൽ. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു തുണിക്കടയിലാണ് പോകാൻ. ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ, കുഞ്ഞു ആവയാ. അപ്പം അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കാനായിട്ട് പോകണം. പിന്നെന്താ, പാർത്തമ്മോൻ എണ്ണീറ്റിട്ടില്ല. പാർത്തമ്മോൻ നല്ല ഉറക്കമാണ്. ഞാൻ വിളിച്ചില്ല. എല്ലാ ദിവസവും വെളുപ്പിനെയൊക്കെ എണ്ണീക്കുന്നതല്ലേ. പിന്നെ വയ്യാത്തത് കൊണ്ടും ഗുളികയൊക്കെ കഴിച്ചിട്ട് കിടക്കുമല്ലയോ, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല, കിടന്ന് ഉറങ്ങട്ടെ എന്ന് കരുതി. പിന്നെന്തുവാ, പിന്നെ ഇനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. തൂത്തുവാരണം, തുണി കഴുകാനാണെങ്കിൽ ഒരു മഴ പെയ്യും തോരും, അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുക ഇന്നത്തെ കാലാവസ്ഥ. അവിടെ ഞാൻ തുണി കഴുകൊക്കെ ഇന്ന് ഞാൻ ക്യാൻസൽ ചെയ്തേക്കും കേട്ടോ. അപ്പോൾ വെയിലുള്ളപ്പോൾ നാളെ അടുത്ത മഴ പെയ്യാൻ തുടങ്ങുന്നു, തായരച്ച് വരുന്നു. അപ്പോൾ ഇനി പിന്നെന്താണ്, ഇന്നത്തെ ഫുഡൊന്നും നിങ്ങളെ ഞാൻ കാണിച്ചില്ലല്ലോ, കാണിക്കാം കേട്ടോ. മീൻ കറി, പിന്നെ വെള്ളം, രസം. പാത്രം ഉണ്ടായതുകൊണ്ട് രസം വെച്ചേക്കാം. അവൻ തോനെ ചോറ് കഴിക്കും, അതുകൊണ്ട് രസം വെച്ചു. പിന്നെ മീൻ വറുത്തത്, പിന്നെ ഇത് രാവിലത്തെ പുട്ട്. പിന്നെ വെള്ളത്തിൽ ചോറ് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ അരി ഊറ്റി വെച്ചേക്കുന്നു, ഇനി അത് നോക്കണം. പിന്നെ എല്ലാം വെപ്പൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പാത്രം കഴുകൊക്കെ എല്ലാം കഴിഞ്ഞതാണ്ട്. നമ്മുടെ പുളി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വെയിലുള്ളപ്പോഴേക്ക് എടുത്ത് വെളിയിൽ വെച്ചതുകൊണ്ടാണ്. പിന്നെ ഈ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടാമെങ്കിൽ ചൂടും കൂടെ തട്ടുമ്പോൾ ഒന്നും കൂടെ ഉണങ്ങുമല്ലോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പാർത്തൻ്റെ ബെഡ് പിടിച്ച് അവൻ്റെ റൂമിൽ അവൻ്റെ കട്ടിലേക്ക് കൊണ്ടുപോയിടുന്ന കാഴ്ചയാണ്. ഇത് മിക്കപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കണ്ടുവരുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. അവൻ മിക്കപ്പോഴും ഞങ്ങളുടെ കൂടെ കിടക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ബെഡ് പിടിച്ച് അവിടെ കൊണ്ടുവന്നിടും. പിന്നെ അവിടെ നിന്ന് ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിടണം. അങ്ങനെയുള്ള പരിപാടിയാണ്. ഇപ്പം ഒരുവിധം ഒന്ന് സെറ്റായി. ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണീറ്റ് കുറേ കഴിഞ്ഞപ്പം മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആൾ ഉഷാറായി കേട്ടോ. വയ്യാത്തതുകൊണ്ട് വീട്ടിലിരുത്തി കണ്ടു നോക്ക്, അവൻ പെരയ്ക്കകത്ത് കിടന്ന് പന്ത് എറിയുന്നു. നമ്മളിങ്ങനെ വയ്യാത്തവരെ ഇങ്ങനെ വീട്ടിലിരുത്തുമ്പോൾ അവർ കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ ഉഷാറാവും. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു സ്കൂളിൽ പറഞ്ഞ് വിട്ടാൽ മതിയായിരുന്നു എന്ന്. പിന്നെ അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ ഒരു കടയിൽ പോകണമെന്ന് ഡ്രസ്സ് മേടിക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കടയിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയിലാണ് പോകുന്നത്. ഇന്നത്തെ ദിവസം ഫുള്ള് ഷോപ്പിങ് ഓട്ടമൊക്കെ ആയിരുന്നു. ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു
തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇത് നമുക്ക് നല്ല പരിചയമൊക്കെ ഉള്ള കടയാണ്. ഞാനിങ്ങനെ തുണി മേടിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നെ ഇവിടെ കയറിയെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഫാൻസി സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ അപ്പോൾ അവിടെ മേടിക്കാൻ കയറിയതാണ്. അപ്പം അവിടെ ഫുള്ള് നമുക്കറിയാവുന്ന ആളുകളും എല്ലാവരും ആയിരുന്നതുകൊണ്ട് അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞു. അവിടുത്തെ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ഒട്ടുമിക്ക കോസ്മെറ്റിക് ആയാലും നമ്മൾ ബ്യൂട്ടിയുടെ ആയാലും എല്ലാം ഫാൻസി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആണല്ലോ. പിന്നെ കമ്മൽ, മാല ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം ഞങ്ങൾ അവിടെ വാങ്ങിക്കാമെന്ന് കരുതി. പാത്തമോനാണ് കേട്ടോ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് സ്കൂളിൽ പോകാത്തതുകൊണ്ട് എൻ്റെ കൂടെ നിന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ക്യാമറാമാൻ പാർത്ഥമോനായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോൾ അവനങ്ങ് തകർത്ത് അങ്ങ് വീഡിയോ അങ്ങ് പിടിച്ചങ്ങ്. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ പിന്നെ വീട്ടിലെത്തി കേട്ടോ. വൈകിട്ടാകുമ്പോഴത്തേക്കിനും നമ്മുടെ കലാപരിപാടി ഉണ്ടല്ലോ, എല്ലാം പറക്കി ഒതുക്കവും വൃത്തിയാക്കലും ഒക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ്. വൈകിട്ടത്തെ കഴുകക്കവും പറക്കവും എല്ലാം കഴിഞ്ഞു. ഇനി അത്താഴമൂണും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കണം. അത്താഴമൂണം എന്തോ എല്ലാം ശരിയായിട്ടിരിക്കുക. പിന്നെ ഇത് കണ്ടോ, ചീനി വാട്ടിയിട്ടേക്കോ, വാട്ടച്ചീനി. ഇതിച്ചിരി കുഞ്ഞുള്ളിയും പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്തൊരു പിടി പിടിക്കണം. നിങ്ങളുടെ നാടുകളിലും ഇങ്ങനെ നിങ്ങൾ കഴിക്കാറുണ്ടോ? നിങ്ങളുടെ നാട്ടിലും കഴിക്കുമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീനി ഇങ്ങനെ വാട്ടിയിട്ട് അത് ഊറ്റിയിട്ട് അതിനകത്തിൽ ഉപ്പ് പുരട്ടിയിട്ട് കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ കൂട്ടി കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങളിവിടെ കഴിക്കാറുണ്ട്. പിന്നെ സ്ഥിരം കാഴ്ച തന്നെ ഞങ്ങളുടെ വീട്ടിൽ രാത്രിയായി കഴിയുമ്പം പെരയ്ക്കകത്തിട്ട് ഒരാൾ ക്രിക്കറ്റ് കളി ഉണ്ടല്ലോ, അത് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അണ്ണൻ വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കടയിലേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് ഗ്രോസറിയും സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ വന്നതാണ്. ഈ തിരക്കുള്ള ജീവിതത്തിൽ കുറച്ച് ശാന്തത പങ്കുവയ്ക്കാൻ ഒരു ചെറിയ ശ്രമം മാത്രമാണിത് കേട്ടോ. ഒരു ദിവസം ഈ വീഡിയോ വീണ്ടും കാണുമ്പോൾ ആ കാലം എത്ര മനോഹരമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഓർമ്മകൾ. അപ്പോൾ ഇന്നത്തെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഡയറി അടയ്ക്കുകയാണ്. എന്നും നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന എൻ്റെ ഈ കൊച്ചു ഡയറിയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കുഞ്ഞ് ലൈക്ക് ചെയ്യാനും അതിനോടൊപ്പം ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത നല്ല വിശേഷമായിട്ട് ഞാൻ അടുത്ത ഡയറിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും സ്നേഹത്തോടെ കീപ് സ്മൈലിംഗ് ആൻഡ് ദിസ് ഈസ് രേഷ്മ സൈനിങ് ഓഫ്.